ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഓരോ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു അവലോകനം അല്ലെങ്കിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികൾ, അതേപോലെ തന്നെ അതിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ, ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നത്, ഇത് നമ്മളുടെ മാനസികാവസ്ഥയും ബൗദ്ധികമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയുമൊക്കെ നമ്മൾക്ക് ഗുണകരമായി ഉപയോഗിക്കുവാനും സാധിക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്ന് ഗുരു സംസാരിക്കുമ്പോൾ ഭൗതികമായും ആത്മീയമായിട്ടുള്ള പഠിപ്പ്, വിദ്യ എന്തിനു വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ കാലം ഇത്രയുമായി 1928 ഗുരു ഇത് പറയുമ്പോൾ ഇതിനുശേഷം ഇന്നുവരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ലോകത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അപ്പോൾ ഇതിനെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഇന്ന് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പത്തെ നാം വിലയിരുത്തേണ്ടത്. അതിൻ്റെ പ്ലസും മൈനസും അത് എത്രയോ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചാലും തീരാത്ത അത്രയും ഉണ്ട്. പക്ഷെ അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഭൗതികമായും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ അനന്തമായിട്ടുള്ള സുഖത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. ആരും അല്പമായിട്ടുള്ള സുഖത്തെ ആഗ്രഹിക്കുന്നില്ല. അവൻ എത്ര വലിയ കോടീശ്വരനായാലും എന്തെല്ലാം ഭൗതിക സുഖസൗകര്യങ്ങൾ അവന് കൊടുത്താലും അതിലവൻ തൃപ്തനല്ല. അവൻ എപ്പോഴാണ് നമ്മൾ തൃപ്തിയായിട്ട് കാണുന്നത്? അവൻ്റെ ഗാഠനിദ്രയിൽ മാത്രമാണ് അവൻ്റെ പരിപൂർണമായിട്ടുള്ള തൃപ്തി. നമ്മൾ അവനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഉറക്കം? ഇപ്പം നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പറയും, സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ബാക്കി എത്രയൊക്കെ ഉണ്ടെങ്കിലും അവന് ആ സുഖം ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിലെ ഈ ഒരു വിഷയത്തെ, ഈ ഒരു അനുഭവത്തെ നിസ്സാരവൽക്കരിച്ച് കടന്നു പോകാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നത് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും ലളിതമായിട്ടുള്ള ആ സെൻസ് ഉപയോഗിച്ചാൽ എവിടെയാണോ നമ്മുടെ മനസ്സ് പരിപൂർണമായും ഇല്ലാതായത് അവിടെയാണ് നമുക്ക് സുഖം ലഭിച്ചിരിക്കുന്നത്. ഇത് അത്ര വലിയ വേദാന്തമൊന്നുമല്ല. നമ്മുടെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗുരുവും വേദാന്തത്തെ വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എപ്രകാരമാണോ ജലത്തിൽ നിന്ന് തിര അന്യമല്ലാതിരിക്കുന്നത്, അത് മനസ്സിലായാൽ എല്ലാമായി. പക്ഷേ നമ്മുടെ മനസ്സ് അത്രമാത്രം സങ്കീർണമായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പം നമ്മളുടെ വിദ്യ ഏത് രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോഴും ഈ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നിനെ വിട്ടുകൊണ്ടാകരുത് എന്നുള്ളതാണ്. അതിഭൗതികതയും നമ്മളെ ഏറ്റവും അശാന്തരാക്കും. നമ്മുടെ ചുറ്റും നമ്മുടെ കാണുന്ന ഓരോ പ്രവൃത്തികളും, ലോകത്തിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ ശാസ്ത്രം നല്ലതിന് വേണ്ടി കണ്ടുപിടിച്ചത് ഇന്ന് മനുഷ്യൻ്റെ നാശത്തിന് വേണ്ടി, മനുഷ്യനെ മാത്രമല്ല ഈ പ്രകൃതിയെ, ഈ ലോകത്തെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി അവൻ ഉപയോഗിക്കുകയാണ്. സ്വാർത്ഥതയുടെ പേരിൽ മതത്തിൻ്റെ ആയാലും ശരി, ഭീകരവാദത്തിൻ്റെ ആയാലും ശരി, ഏത് രീതിയിലും നമ്മൾ നോക്കുമ്പോൾ അത്രമാത്രം അശാന്തരാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? അറിവുള്ളവരും മതപണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും സത്യസന്ധമായി ഈ ചോദ്യത്തിന് അവർ ഉത്തരം പറയാൻ അവർക്ക് കെൽപ്പുണ്ടോ? വളരെ സങ്കീർണമാണ്. ഇത്രമാത്രം അശാന്തമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന്
തിരിച്ചറിയുന്നവരും വളരെ വിരലിലെണ്ണാവുന്നവരാണ്. ആ തിരിച്ചറിവ് നമ്മൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചാൽ അവരെ വീണ്ടും ഒറ്റപ്പെടുത്തും. നമ്മുടെ മനുഷ്യൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. കാരണം അവൻ്റെ സ്വാർത്ഥത, അവന് മാത്രമേ ഇത് മതി. ഇപ്പം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? നമുക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടല്ല, മറിച്ച് അതേ സമയത്ത് തന്നെ നമ്മൾക്ക് രണ്ടും ബാലൻസോടു കൂടി തിരിച്ചറിയുവാനുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള ഉണർവ് നമുക്ക് വേണം. അതൊന്നിനും നമ്മൾ അഡിക്റ്റ് ആകാതിരിക്കണം. മുൻവിധിയോടുകൂടി കാണാതിരിക്കണം. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല. നമ്മൾ പലതിനും അടിമകളായി മാറിയിരിക്കുകയാണ്. അത് നമ്മളെ, വ്യക്തികളെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ദേശത്തെയും രാജ്യത്തെയും മറ്റുള്ളതിനെല്ലാം അസ്വസ്ഥരാക്കും. അത് നമ്മൾക്ക് താങ്ങാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് എത്തി നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഗുരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കണം. പ്രത്യേകിച്ച് ഈ തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഒരുപക്ഷേ ഒരു ശിവഗിരി തീർത്ഥാടനത്തിൽ മാത്രം ചിന്തിച്ചാൽ മാത്രം പറ്റുന്നൊരു കാര്യമല്ല. ഈ മനുഷ്യരാശി ആകമാനം, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു തീർത്ഥാടനമാണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും ആ രീതിയിൽ ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രസക്തി ഏറിയിരിക്കുകയാണ്. ഗുരുവിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.